ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്, 80% മഞ്ഞു മൂടിയ ഒരു പ്രദേശം. അതായിരുന്നു നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ ഗ്രീൻലാൻഡ്. എന്നാൽ ഇന്ന് ലോക രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഈ ഗ്രീൻലാൻഡ് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന്മേലുള്ള തന്റെ താല്പര്യം വീണ്ടും പ്രകടിപ്പിച്ചതോടുകൂടി. ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ്. കാനഡയോട് ചേർന്ന് ആർട്ടിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിലാണ് ഈ ദ്വീപിന്റെ സ്ഥാനം. രാഷ്ട്രീയമായത് ഡെൻമാർക്കിന് കീഴിൽ വരുന്ന ഒരു സ്വയംഭരണ പ്രദേശമാണ്. വെറും 56,000-ഓളം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. എന്തിനാണ് ട്രംപ് ഗ്രീൻലാൻഡിന് മേൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്: നാഷണൽ സെക്യൂരിറ്റി. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം തടയാൻ ഒരു മികച്ച എയർക്രാഫ്റ്റ് കാരിയറായി ഗ്രീൻലാൻഡ് പ്രവർത്തിക്കും. ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് വലിയ സൈനിക താവളങ്ങൾ ഇവിടെയുണ്ട്. മഞ്ഞിരിക്കുന്നതോടെ പുതിയ കപ്പൽ ചാലുകൾ തുറക്കുന്നത് ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വെറും മഞ്ഞ് മാത്രമല്ല ഗ്രീൻലാൻഡ്, ലോകത്തിലെ ഏറ്റവും വലിയ റെയർ എർത്ത് മെറ്റൽ ശേഖരം ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. സ്മാർട്ട് ഫോണുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, അത്യാധുനിക ആയുധങ്ങൾ എന്നിവ നിർമ്മിക്കാനുള്ള അപൂർവ ധാതുക്കളും സ്വർണം, വജ്രം, സിങ്ക് എന്നിവയുടെ വൻ ശേഖരവും മഞ്ഞിനടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നും കരുതപ്പെടുന്നു. ചൈനയുടെ ധാതു കുത്തക തകർക്കാൻ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണ്. ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് ഡെൻമാർക്ക് ആവർത്തിക്കുമ്പോഴും ഭാവിയിലെ വൻ ശക്തി പോരാട്ടങ്ങളുടെ പ്രധാന വേദിയായി ഈ മഞ്ഞ് ദ്വീപ് മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.